സംഗീതത്തിന്റെ പാദസരക്കിലുക്കം കേട്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ കൈരളി ടിവിയുടെ മുന്നിലെത്തിക്കാണുമെന്ന് എനിക്കറിയാം. സംഗീതത്തിന്റെ വളക്കിലുക്കവുമായി മറ്റൊരു എപ്പിസോഡ് കൂടി ഞങ്ങൾ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗന്ധർവ സംഗീതം ജൂനിയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മളുടെ പ്രഗത്ഭരായ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു മലയാളികളുടെ അഭിമാനമായ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ സർ, നമ്മുടെ സ്വന്തം മഹതി മാം, സെലിബ്രിറ്റി ജഡ്ജിന്റെ സീറ്റിലിരുന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി നല്ല ഉപദേശങ്ങൾ നൽകി അവരെ എൻകറേജ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം കാവാലം ശ്രീകുമാർ സാറിനെയും നമുക്ക് സ്വാഗതം. നമ്മുടെ കുട്ടികളുടെ സംഗീതത്തിന് കൂടുതൽ മാറ്റേകുന്ന ഓർക്കസ്ട്ര ടീമിനെയും നമുക്ക് സ്വാഗതം ചെയ്യാം ഈ എപ്പിസോഡിൽ. എല്ലാ എപ്പിസോഡിലെ പോലെ ഈ എപ്പിസോഡും ആരംഭിക്കുന്നതിന് മുന്നോടിയായി നിങ്ങൾക്കൊരു സ്പെഷ്യൽ സോങ് ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഈ സോങ് നിങ്ങൾക്കായി പാടിത്തരുന്നത് ഗന്ധർവ സംഗീതം 2012 ശ്രദ്ധേയമായ മുഖം ജാനകി. ഹായ് ജാനകി. ഹായ് ചേച്ചി. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. വിശേഷം പറയൂ. ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു വാർത്ത അറിഞ്ഞു, പാട്ട് മാത്രമല്ല ഇപ്പം അത്യാവശ്യം അഭിനയവും ഒക്കെ ഉണ്ടെന്ന്. അപ്പം ഏതായിരുന്നു ആ സിനിമ അഭിനയിച്ചത്? അതും ഗന്ധർവ സംഗീതം വഴിയാണ്. ഗന്ധർവ സംഗീതത്തിലെ സ്വരലയിലെ സുന്ദരേശൻ സാർ വഴി കമൽ സാറിൻ്റെ നടൻ എന്ന ഫിലിമിൽ ഒരു ചെറിയ റോൾ കിട്ടി. കമൽ സാറിൻ്റെ മൂവി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. പിന്നെ പാട്ട് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു ചേച്ചി. ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ജാനകി ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ. അപ്പോൾ ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? ഒരു അടിച്ചുപൊളി പാട്ട്. അടിച്ചുപൊളി പാട്ട്. അപ്പം നമ്മുടെ കുട്ടികളെ വിളിക്കാം. കുട്ടീസ്. കുമ്പിട പോണ ദൈവോ என்னடா இழுவ மேட்ருக்கு வாடா. கும்பிட போன தெய்வம் அட குறுக்க வந்ததம்மா, அட குறுக்க வந்த தெய்வம் ஏன் கூட ஆடுதம்மா. பால ஊத்துடா கோழ ஊத்துடா, வேண்டுகிட்ட வேண்டுகிட்ட சோட எத்துடா, வெட்டு ஒண்ணுடா துண்டு ரெண்டுடா, வெட்டி வச்ச தேங்காயில பூஜை பண்ணடா. கும்பிட போன தெய்வம் அட குறுக்க வந்ததம்மா, அட குறுக்க வந்த தெய்வம் ஏன் கூட ஆடுதம்மா. பால ஊத்துடா கோட ஊத்துடா, வேண்டுகிட்ட வேண்டுகிட்ட சோட எத்துடா, வெட்டு ஒண்ணுடா துண்டு ரெண்டுடா, வெட்டி வச்ச தேங்காயில பூஜை பண்ணடா. எல்லாம் தெரிஞ்ச வந்தா இந்த முத்து மாறி, கொள்ளாத ஆளுக்கெல்லாம் இவ ஒரு மாறி. அடி இந்தாட்டம் ஆடுறைய முத்து முத்து மாறி, மனசு கொஞ்சம் ஆடி புட்ட அடிக்கிறிய தாயே. நான் கோபத்துல கோபத்துல வந்திருக்கேன்டா, நீ மஞ்ச தண்ணி மொண்டு ஊத்துடா. சென்னையில தண்ணியில ரொம்ப காலமாய் கண்ணில் ஒரு வந்து விடும் கொஞ்சம் போறமாய். என்ன வந்ததம்மா, அட குறுக்க வந்த தெய்வம் ஏன் கூட ஆடுதம்மா. எம்மம்மா எம்ம ஓ எம்மம்மா எம்ம ஓ எம்மம்மா 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 எம்ம ஓ. அடி கொஞ்ச நேரம் ஆடி புட்ட போட்டுடுவே மாறி, மற்ற நேரம் போர் அடிக்கும் என்ன பண்ண தாயே. மேலோகம் பூலோகம் சொந்த ஊரு மாறி, நான் வந்து வந்து போவேண்டாம் வெள்ளி சபை தேடி. அடுத்த வள்ளி ஆட வள்ளி காத்திருக்கேன் மா,
பிடிச்சு போச்சுடா யாரு எங்க டாமினேஷன் அடிச்சு விருக்குடா ஆத்தா நீயும் கூடியிருந்தா மேலும் மேலும் வெற்றி வரும் 4 பேருக்கு நன்மை செஞ்சா பூமி நம்மளை சுத்தி வரும் கும்பிட போன தெய்வம் அட குறுக்க வந்ததம்மா ஏன் குறுக்க வந்த தெய்வம் ஏன் கூட ஆடுதம்மா பால ஊத்துடா சோட ஊத்துடா வேண்டிக்கிட்ட சோட ஏத்துடா வெட்டு ஒண்ணுடா துண்டு ரெண்டுடா வெட்டி வச்ச தேங்காயில பூஜை பண்ணடா தன்ன நானனா தன்ன நானனா தன்ன நானா தன்ன நானனா ஹே தன்ன நானனா தன்ன நானனா தன்ன நானனா ഓക്കേ ജാനകി ചേച്ചി നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ലൊരു പാട്ട് സമ്മാനിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. എന്നെയും ഒരുപാട് കുറച്ച് നാളായിട്ട് മിസ് ചെയ്യണ്ടായിരുന്നു സ്റ്റേജ്. ഒന്നുകൂടി കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഹോൾ ടീം ഓഫ് കൈരളിക്ക് എൻ്റെ താങ്ക്സ്. ഓക്കെ, അപ്പം എന്തായാലും ഔസേപ്പച്ചൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 2 വാക്ക് സാറിൻ്റെ അടുത്ത് ചോദിച്ചാലോ? സാർ. ജാനകി സാർ. ജാനകി ആളാകെ മാറിയിരിക്കുന്ന, സുന്ദരിയായിരിക്കുന്ന. വെറുതെ അല്ല അപ്പോൾ പടത്തിലൊക്കെ അഭിനയിക്കാൻ വിളിച്ചത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജാനകിനെ ഇവിടെ കാണുമ്പോഴാണ് ഞാൻ ആ പടം റീ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് അതിൽ ദേവരാജ മാഷ്ട ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് പാട്ടാണത്? പൊന്നരി വാളംപിളി. അപ്പോൾ അത് ഇങ്ങനെ പാടിയത് ഫീമെയിൽ പോർഷൻ പാടുന്നത് വിജയലക്ഷ്മിയാണ്. ഒറിജിനലി റീക്രിയേറ്റ് ചെയ്തതാണ്, കാരണം ഡ്യുവറ്റായിട്ടില്ലായിരുന്നു, സോളോ ആണ്. അപ്പോൾ അതൊക്കെ പാടി പിക്ചർ ഒരു ലിപ്പ് ടു ലിപ്പ് സിങ്ക് ചെയ്യണം, കാരണം നമുക്ക് അവർ മെയിൽ പോർഷൻ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ലിപ്പ് നോക്കിയിട്ട് ടെമ്പോ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. പഴയ ഓർക്കസ്ട്ര അതേ ടോൺ ഉണ്ടാക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നോക്കുമ്പോൾ കമലിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കമലിൻ്റെ അടുത്ത്, ഇത് ഏതാ കുട്ടി, എന്ത് രസമായിട്ടാണ് പാടുന്നത്, എങ്ങനെ പാടാതിരിക്കും, ഗന്ധർവ സംഗീതത്തിൽ നിന്ന് പോയ കുട്ടിയാണിത്. ശരിക്ക് അത് ജാനകി പാടിയ പോലെ തന്നെ ഉണ്ടായിരുന്നു ആ ലിപ്പ് സിങ്ക്. സോ ബ്യൂട്ടിഫുൾ. എന്തായാലും വളരെ. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? 12th സ്റ്റാൻഡേർഡ് സർ. 12th കോളേജിൽ പഠിക്കുന്ന പോലെ ആയാലോ, ഹൈറ്റൊക്കെ വെച്ചിട്ട്. ഗുഡ്, വെരി നൈസ് ടു മീറ്റ് യു അഗെയിൻ ഹിയർ. ഓക്കെ, നന്നായിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? അതെ സർ. ഓക്കെ ഓക്കെ, ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സർ. അപ്പോൾ ജാനകി, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ജാനകി ഇന്ന് ഇവിടെ വന്നതിൽ. ഇനി വലിയ വലിയ നടിയോ അല്ലെങ്കിൽ വലിയ വലിയ പാട്ടുകാരിയൊക്കെ ആകുമ്പം ഞങ്ങളെ മറക്കുമോ? അയ്യോ ഇല്ല. ഓക്കെ, അപ്പം അഭിനയത്തിലാണെങ്കിലും അഭിനയ ജീവിതത്തിലാണെങ്കിലും സംഗീത ജീവിതത്തിലാണെങ്കിലും ഒത്തിരി ഒത്തിരി ഉയരങ്ങൾ തേടി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.